കാവുകളിലെ അമ്പലങ്ങളെല്ലാം മിക്കവാറും ഭഗവതി ക്ഷേത്രങ്ങളായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇതെല്ലാം ഭഗവതി ക്ഷേത്രങ്ങളായിരിക്കുന്നത്? എന്തായിരിക്കാം കാര്യം? ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? കാവുള്ളതുകൊണ്ട്, കാവെന്ന് പറയുന്നത് എന്തുകൊണ്ട് കാവുകളെല്ലാം ഭഗവതി ക്ഷേത്രങ്ങളായി മാറുന്നത് എന്തുകൊണ്ടായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? വൃക്ഷങ്ങളുണ്ട്. ഭഗവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി, അതായത് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഭൂമി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഭൂമിയെ ഡിനോട്ട് ചെയ്തുകൊണ്ടല്ലെങ്കിൽ പ്രകൃതി മാതാവിനെ ഡിനോട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് ഈ ഭഗവതി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഭഗവതി പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. അതിലൂടെ നമ്മുടെ പൂർവികർ നമ്മളടുത്ത് കൺവേ ചെയ്യുന്ന എന്താണെന്നറിയാം. അതായത് നമ്മൾ പ്രകൃതിയെ ദേവിയായി സങ്കല്പിച്ച് ആരാധിച്ചു പോന്നിരുന്ന ഒരു സിസ്റ്റമാണത്. കാരണം പ്രകൃതിയുടെ അനുഗ്രഹം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? കാരണം നമുക്ക് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിലും പ്രകൃതിയുടെ അനുഗ്രഹം വേണം, അല്ലേ? കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല മഴ കിട്ടണം. ഇനി അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും വലിയ കൊടുങ്കാറ്റും ഇതുമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കൃഷി നശിച്ചു പോകും, അല്ലേ? അപ്പോൾ അതിനൊക്കെ നമുക്ക് പ്രകൃതിയുടെ എന്ത് വേണം? ബ്ലെസ്സിങ്സ് വേണം, അല്ലേ? പ്രകൃതിയുടെ ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യാൻ കഴിയും, അല്ലേ? എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ പ്രകൃതിയെ ആരാധിച്ചു പോന്നിരുന്നത്, ഭഗവതിയായി ഡിനോട്ട് ചെയ്തു, അല്ലേ? അതായിരുന്നിരിക്കാം, അതാണെന്ന് ഞാൻ പറയുന്നില്ല. മേ ഓർ മേ നോട്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നക്ഷത്രക്കാവ്. ജ്യോതിഷപ്രകാരമുള്ള നമ്മുടെ നക്ഷത്രങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന പല വൃക്ഷങ്ങളും ഇവിടെ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് വെള്ളം ഒഴിക്കാം. അത് കുടിക്കാനൊന്നും കൊള്ളില്ല. ആദിത്യൻ ഇവിടെ വരുമ്പോഴൊക്കെ ആദിത്യൻ്റെ നക്ഷത്രത്തിലുള്ള ചെടിക്ക് വെള്ളം ഒഴിക്കാറുണ്ട്. നീ വെള്ളം ഒഴിച്ചല്ല, നിന്റെ നക്ഷത്രത്തിലുള്ള ഒരുപാട് ആളുകൾ ഇവിടെ കാണും. അവരെല്ലാവരും വെള്ളം ഒഴിക്കും. അതുകൊണ്ടാണ് അത് നന്നായിട്ട് വളരുന്നത്. ഈ കാട്ടുമടം കാവിലെ ഏറ്റവും നല്ലൊരു ജെസ്റ്റർ എന്ന് പറയുന്നത് ഇതാണ്. കുഞ്ഞുങ്ങൾക്ക് പോലും ഇതൊരു നല്ല ഇൻഫർമേഷനാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരിക്കണം. ഇവിടെ കാവുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരിക്കണം. അവിടെ അല്ല, നമുക്ക് അവിടെ പോയി കാവിനകത്തിരിക്കും. കാവിനകത്തിരിക്കുമ്പോൾ നല്ലൊരു സുഖമാണ്. അപ്പോൾ ഈ കാവിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ്, ഈ വെള്ളം ഒഴിക്കുന്ന ഒരു ചടങ്ങ്. ഇവിടെ പുതിയതായിട്ട് തീർത്ത മണ്ഡപമാണ്. പക്ഷെ കോവിലും മറ്റുമൊക്കെ ആ ഒരു പഴയ രീതി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെ ഇതുപോലൊരു മണ്ഡപം ചെയ്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ അധികമായിട്ട്. അതൊരു പക്ഷേ ഒരുപാട് ആളുകളൊക്കെ ഇവിടെ വരുന്ന സമയത്ത് അവർക്കൊരു ഉപകാരമായിരിക്കും. പക്ഷേ എങ്കിലും ഈ അമ്പലം പഴയ രീതി തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പ്രതിഷ്ഠയും ആ പഴയ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളെയും അതുപോലെ സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ ഏതാണ്ടൊരു പഴയ കാലഘട്ടത്തിലേക്ക് പോയ ഒരു അനുഭവമാണ്. ഇനി നമ്മൾ ഒരുപാട് പഴക്കമുള്ള വൃക്ഷങ്ങളാണെന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ എത്ര ആൻസിസ്റ്റേഴ്സിനെ ഈ വൃക്ഷങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലേ? എത്ര ആൻസിസ്റ്റേഴ്സിനെ കണ്ടിട്ടുണ്ടാവും. എങ്ങനെ പോയിരുന്നാലും ഒരു 500-600 ഇയേഴ്സൊക്കെ പഴക്കം ഉണ്ടാവും ഓരോ വൃക്ഷങ്ങൾക്കും. ചില പഴയ വൃക്ഷങ്ങളൊക്കെ ഒടിഞ്ഞ് വീണിട്ടുണ്ടാവും. അതിൽ നിന്ന് തന്നെ അടുത്തത് കിളുത്ത് വന്നിട്ടുണ്ടാവും. അങ്ങനെ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വരായിരിക്കും, അല്ലേ? അപ്പോൾ ഇത് കണ്ട, ഇതെന്താണ് പഴം എന്നറിയാൻ എന്തോ വിശേഷപ്പെട്ട പഴമാണ്. കണ്ടിടത്തോളം അശോകമല്ല. ഇതുപോലെ റെയർ വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് ഔഷധ മരങ്ങളും ഔഷധ വൃക്ഷങ്ങളും ഒക്കെ ഇവിടെ കാണും. പലതും നമുക്ക് അറിയത്തില്ല. നമുക്കൊരു ദിവസം പത്മനാഭൻ സാറിനെ കൊണ്ടുവന്ന് ഇവിടെ കാണിക്കണം. സാറിന് ചിലപ്പോൾ ഒരു പക്ഷേ ഇവിടെ നിൽക്കുന്ന പല വൃക്ഷങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടാവും. ബട്ടർഫ്ലൈ വന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട് ഇവിടെ.
പിന്നെ ധ്യാനം ചെയ്യണം നമുക്ക്. ധ്യാനം ചെയ്യണമെങ്കിൽ നമുക്ക് അതൊക്കെ അവിടെ ഇരിക്കാം. അവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ ഡെൻസാണ്. അതിനകത്തിരിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ധ്യാന അവസ്ഥയിലെത്താൻ പറ്റും. എന്തൊക്കെ സൗണ്ട്സ് കേട്ട്? ഇലകൾ വീഴുന്ന ശബ്ദമൊക്കെ കേൾക്കാം അല്ലേ? പിന്നെന്തൊക്കെ കേട്ടു? ഒരുപാട് ശബ്ദങ്ങൾ കേട്ടോ കൊച്ചേ. ബേർഡ്സ് പറക്കാൻ പോണത്, ബേർഡ്സ് പറന്നിട്ട് വന്നിരിക്കുന്നത് ഒക്കെ അല്ലേ? അപ്പോൾ ഈ ഒരു അനുഭവം എങ്ങനെയുണ്ട്? നല്ല അനുഭവം തന്നെ. ഇനി മാസ്ക് ഒക്കെ ഇട്ട് പോവാം. ഇപ്പം ഞങ്ങൾ വരുമ്പോഴൊക്കെ ഈ കാട്ടുമടം കാവ് സന്ദർശിക്കാറുണ്ട്. ഒരു പ്രത്യേക അനുഭവമാണ്. അതൊരു പക്ഷേ നമുക്ക് വാക്കുകളിലൂടെ ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തൊരു അനുഭവമാണ്. വന്ന് ആസ്വദിച്ച് ആ അനുഭവം ഉൾക്കൊള്ളുക. ഇപ്പോൾ ഇത്തരത്തിൽ മറ്റൊരു യാത്രയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മൾ കാട്ടുമടം കാവൊക്കെ കണ്ടു. ഞങ്ങൾ എല്ലാ തവണയും വരുന്നതാണ്. ഇതൊരു പുതുമയല്ല. പിന്നെ നിങ്ങളെയും കൂടെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. കാരണം അതൊരു പ്രത്യേക അനുഭവമാണ്. ഇനി അടുത്ത എറണാകുളം വിസിറ്റിൽ നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ പാമ്പുമ്മേ കാവ് എന്ന് പറഞ്ഞ് തൃശ്ശൂരിലൊരു ഇതുപോലെ തന്നെ സംരക്ഷിക്കുന്ന ഒരു പക്ഷേ ഇതിനേക്കാളും വളരെ വലിയ ഒരു സ്പേസാണ്. അങ്ങനെ ഒരു ഇല്ലമാണ്. അവിടെ പൂജയും ആരാധനയൊക്കെ ഉണ്ട്. ഇതുപോലൊരു വലിയ എക്കോസിസ്റ്റം അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ, അതിനുള്ള സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി കാണാം. പിന്നെ ഇതുപോലെ പല കാവുകളും ഉണ്ട്. ഇപ്പം നമ്മുടെ വക്കം എന്ന് പറയുന്ന സ്ഥലത്ത്, ഇപ്പം ഞങ്ങളൊക്കെ താമസിക്കുന്ന വക്കത്ത് തന്നെ അവിടെ ഈ ടവർ പോലെ കുറേ കാവുകളുണ്ട്. ഒരുപാട് ലൊക്കേഷൻസിൽ ഇങ്ങനെ കാവുകളെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്ന കാവാണ് അത്. കാരണം വളരെ ചെറിയൊരു സ്പേസിൽ ഒരു കാവിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭഗവതി കാവുകൾ കേരളത്തിൻ്റെ ഒരു വലിയ സവിശേഷതയാണ്. ഇപ്പോൾ വരുമ്പോഴുള്ള പ്രത്യേകത ഇതാണ്. വളരെ ഔട്ട്സ്കേർട്സിലൂടെയുള്ളൊരു റൈഡാണ്. ചെറിയ ഓഫ് റോഡ് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം.